തമിഴ്നാട്ടിലെ മലയാളി കലാമാമാങ്കം ഉത്സവ് സമാപിച്ചു. 347 പോയിന്റ് കരസ്ഥമാക്കി മദ്രാസ് കേരള സമാജം ചാമ്പ്യന്മാരായി. കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷൻസിൻ്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി നടന്ന മത്സരത്തിൽ 1500ഓളം പ്രതിഭകൾ മാറ്റുരച്ചു. രണ്ടു ദിനം നീണ്ടുനിന്ന കലാരാപ്പകലുകൾക്ക് തിരശ്ശീല. 244 പോയിന്റുകൾ നേടിയ കൊളത്തൂർ മലയാളി സമാജം 2ാം സ്ഥാനവും 130 പോയിന്റുകൾ നേടി കൈരളി അസോസിയേഷൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് നടൻ ആര്യ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇവിടെ ചെന്നൈയിൽ വന്നിട്ട് ഒരു 35 years ആയി തോന്നുന്നു. ഫോർത്ത് സ്റ്റാൻഡേർഡ് ഐ കെൻ ടു ചെന്നൈ. But the first time ഒരു മലയാളി അസോസിയേഷൻ ഫംഗ്ഷൻ I think ചെയ്യുന്നത് ഇതാണ് first time. So very happy. And definitely I'm saying the studies is very important, but parents വന്നിട്ട് ഇങ്ങനെ ഒരു കൾച്ചറൽ ആക്ടിവിറ്റീസ് എൻകറേജ് ചെയ്യുന്നത് it's definitely good for the child or the people, everything is definitely good. കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് കൂടി പങ്കെടുക്കാനുള്ള അവസരമൊരുങ്ങണമെന്ന് CTMA പ്രസിഡന്റ് VC പ്രവീൺ ആവശ്യപ്പെട്ടു. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കേരള സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ചോദിക്കുന്നതാണ് CTMAക്ക് യൂത്ത് ഫെസ്റ്റിവലിന് ഒരു ഓത്തൻറ്റിസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ കേരള സ്റ്റേറ്റിന് ഒരു സ്റ്റാമ്പ് ഇതിലേക്ക് വേണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം അതിൽ തൊട്ടടുത്തെത്തി തീർച്ചയായിട്ടും ഈ പ്രോഗ്രാംസ് കാണുമ്പോൾ അടുത്ത വർഷം നിങ്ങൾക്കത് നമ്മൾ ഗ്യാരണ്ടി ചെയ്യും എന്നുള്ളൊരു വാക്കിനനുസരിച്ചു. CTMAയിൽ പങ്കാളിത്തമുള്ള മലയാളി സംഘടനകളിൽ നിന്നുള്ള പ്രതിഭകളാണ് വിവിധ ഗ്രൂപ്പുകളിലായി മത്സരിച്ചത്. വരും വർഷങ്ങളിൽ കൂടുതൽ പ്രതിഭകളെ അണിനിരത്തി കേരളത്തിന് പുറത്ത് ഏറ്റവും പങ്കാളിത്തമുള്ള കലാമത്സരമാക്കി ഉത്സവിനെ മാറ്റാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ. 24 ചെന്നൈ.